ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ഊർജ്ജ നഗര മേഖലകളിലെ സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. നിതി ആയോഗിന്റെ 6ാമത്തെ ഭരണസമിതി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ. നാസയുടെ ചൊവ്വ ദൌത്യപേടകം പെഴ്സെവറൻസ് റോവർ ചൊവ്വയുടെ ഉപരിതലത്തിലിറങ്ങി. ലക്ഷദ്വീപിൽ അടൽ പര്യാവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിക്കും. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 97.33%. കേരളത്തിൽ ഇന്നലെ 5193 പേർക്ക് രോഗമുക്തി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വൈദ്യുതി നഗര മേഖലകളിലെ സുപ്രധാന പദ്ധതികളുടെ ശിലാസ്ഥാപനവും ഉദ്ഘാടനവും ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കും. മുഖ്യമന്ത്രി, കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി, നഗരകാര്യ സഹമന്ത്രി എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വിശദാംശങ്ങളുമായി അമൃത. 5070 കോടി രൂപ മുടക്കി നിർമ്മിച്ച 320 kV പുകളൂർ തൃശൂർ വൈദ്യുത പ്രസരണ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ ശൃംഖല പ്രവർത്തനക്ഷമമാകുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് 2000 മെഗാവാട്ട് വൈദ്യുതി കേരളത്തിലെത്തിക്കാനാകും. ദേശീയ സൌരോർജ്ജ ദൌത്യത്തിന് കീഴിൽ 50 മെഗാവാട്ട് കാസർഗോഡ് സൌരോർജ്ജ പദ്ധതിയും പ്രധാനമന്ത്രി രാജ്യത്തിനു സമർപ്പിക്കും. തിരുവനന്തപുരത്ത് സംയോജിത നിർദ്ദേശ നിയന്ത്രണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. 94 കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കേന്ദ്രത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകും. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. 427 കോടി രൂപ ചെലവിൽ ഏറ്റെടുക്കുന്ന പദ്ധതി തിരുവനന്തപുരത്ത് നിലവിലുള്ള 37 കിലോമീറ്റർ റോഡുകളെ ലോക നിലവാരത്തിലുള്ള റോഡുകളാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അമൃത് ദൌത്യത്തിനു കീഴിൽ അരുവിക്കരയിൽ നിർമ്മിച്ച പ്രതിദിനം 75 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ജലസംസ്കരണ പ്ലാന്റും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്തെ കുടിവെള്ള വിതരണ സൌകര്യം മെച്ചപ്പെടുത്തുന്നതാണ് പദ്ധതി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നിതി ആയോഗിന്റെ 6ാമത്തെ ഭരണസമിതി യോഗം നാളെ ചേരും. രാവിലെ 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി അധ്യക്ഷത വഹിക്കും. കൃഷി, അടിസ്ഥാന സൌകര്യങ്ങൾ, ഉൽപാദനം, മാനവ വിഭവശേഷി വികസനം, താഴെത്തട്ടിലുള്ള സേവനങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവ സംബന്ധിച്ച വിഷയങ്ങൾ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുന്നു. ജമ്മുകാശ്മീർ കേന്ദ്ര ഭരണപ്രദേശമായി പങ്കെടുക്കും. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ലക്ഷദ്വീപിൽ എത്തിച്ചേരും. രാവിലെ 10:30 അഗത്തി വിമാനത്താവളം വഴി തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ എത്തിച്ചേരുന്ന അദ്ദേഹം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലെ വകുപ്പ് സെക്രട്ടറിമാരുമായി സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേരും. തുടർന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ സ്ഥാപിതമായ അടൽ പര്യാവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിർവഹിക്കും. തുടർന്ന് 20-21 തീയതികളിൽ സുഹേലി, കടമം, ബംഗാരം എന്നീ ദ്വീപുകളിലായി വ്യത്യസ്ത ഔദ്യോഗിക നിരീക്ഷണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമായും പ്രകൃതി ചൂഷണം തടയുന്നതിനും സംരക്ഷണ വലയത്തിലുള്ള കടൽ ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ലക്ഷദ്വീപ് വനം പരിസ്ഥിതി വകുപ്പ് ആവിഷ്കരിച്ച നൂതന പദ്ധതികളുടെ പ്രവർത്തന പുരോഗതികളാവും അദ്ദേഹം നിരീക്ഷിക്കുക. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിക്ക് വിശ്വഭാരതി സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. നാസയുടെ ചൊവ്വ ദൌത്യപേടകം പെഴ്സെവറൻസ് റോവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങി. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 2:25 റോവർ വിജയകരമായി ഇറങ്ങിയത്. ചൊവ്വയിലെ ജീവന്റെ തുടിപ്പ് കണ്ടെത്താനാണ് നാസയുടെ ഈ ദൌത്യം. ഇന്തോ പസഫിക് മേഖലയിൽ നാവിക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് അമേരിക്കൻ വിദേശ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ നിർദ്ദേശിച്ചു. ക്വാഡ് സഖ്യത്തിൽ ഉൾപ്പെട്ട ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ എന്നീ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. സമുദ്ര അതിർത്തി ലംഘിക്കുന്ന കപ്പലുകൾ ആക്രമിക്കാൻ തീരസംരക്ഷണ സേനയ്ക്ക് അധികാരം നൽകുന്ന നിയമം ചൈന ഈ വർഷം പാസാക്കിയിരുന്നു. ആഗോള വെല്ലുവിളികൾ നേരിടാൻ യോജിച്ച് പ്രവർത്തിക്കണമെന്നും ആന്റണി ബ്ലിങ്കൻ ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 97.33%. നിലവിൽ 1,36,000 പേരാണ് ചികിത്സയിലുള്ളത്. 1,55,900 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. 1,09,00,000 പേർക്ക് ഇതുവരെ കോവിഡ് ബാധിച്ചു. ലോകത്ത് ഇതുവരെ 11,32,2,981 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 ലക്ഷത്തിലധികം പേർ മരണമടഞ്ഞു. 8,57,64,315 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ ഇന്നലെ 4,584 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 5,193 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. 67,506 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇതോടെ 60,178 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്.
കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകരും രക്ഷിതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച 2021 4ാം പതിപ്പിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. പരീക്ഷാ സമയത്തെ സമ്മർദ്ദം, വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന അനുബന്ധ മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രധാനമന്ത്രി തത്സമയം പ്രതികരിക്കുന്ന പരീക്ഷാ പേ ചർച്ച ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർഷിക പരിപാടിയാണ്. ഇത്തവണ പരിപാടി വെർച്വലായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രമേശ് പൊക്രിയാൽ നിഷാങ്ക് അറിയിച്ചു. അമേരിക്കയിൽ അതിശൈത്യം തുടരുന്നു. ടെക്സാസിൽ വീശിയടിച്ച ശീതക്കാറ്റിൽ 20-ലേറെ പേർ മരിച്ചു. 30 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയിലാണ് ടെക്സാസ് സംസ്ഥാനം. ഹീറ്ററുകളും മറ്റ് സൌകര്യങ്ങളും ആളുകൾ അമിതമായി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ വൈദ്യുതിക്കും ക്ഷാമം നേരിടുകയാണ്. പ്രസിഡന്റ് ജോ ബൈഡൻ ടെക്സാസിലെ സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് നേരത്തെ തന്നെ സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അതിർത്തിയിൽ സമാധാനവും സ്ഥിരതയും പാലിക്കാത്ത പക്ഷം ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിൽ കൊണ്ടുപോകാനാവില്ലെന്നും അത് സങ്കീർണമാകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഗ്ല ഇന്നലെ റഷ്യയിൽ വിദേശകാര്യ അക്കാദമിയിലെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാങ്കോങ്ങിലെ സേനാ പിന്മാറ്റം 2-3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും. 1980കളിലാണ് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ സമാധാനം പാലിക്കാൻ തീരുമാനമായത്. കഴിഞ്ഞ വർഷം 45 ദശലക്ഷം സിറിയക്കാർ കൂടി ഭക്ഷ്യസുരക്ഷയില്ലാത്തവരായി മാറിയെന്ന് UN ഏജൻസിയുടെ വേൾഡ് ഫുഡ് പ്രോഗ്രാം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ പട്ടിണിയുടെ വക്കിലുള്ളവരുടെ എണ്ണം 1.24 കോടിയായി. പകർച്ചവ്യാധി, സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ എന്നിവ ഒരു ദശകമായി ആഭ്യന്തര സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന സിറിയൻ ജനതയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ ഖാരിഫ് സീസണിൽ രാജ്യത്ത് 647 ലക്ഷം ടൺ നെല്ല് അധികമായി സംഭരിച്ചതായി കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15.33% അധികമാണിത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം 171 പക്ഷികൾ കൂടി രോഗം ബാധിച്ച് ചത്തു. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസിലും പൂനെ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ സെക്ഷനിലും നടത്തിയ പരിശോധനയിലാണ് പക്ഷികൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. ഒരു വർഷത്തിനു ശേഷം മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി ഇന്ന് അണക്കെട്ട് സന്ദർശിക്കും. കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ ചെയർമാനായ 3-അംഗ ഉന്നതാധികാര സമിതിയാണ് അണക്കെട്ടിൽ എത്തുന്നത്. അണക്കെട്ട് ബലപ്പെടുത്താനുള്ള തമിഴ്നാടിന്റെ അപേക്ഷയും ഷട്ടർ പ്രവർത്തന മാർഗരേഖ വേണമെന്ന കേരളത്തിന്റെ ആവശ്യവും സന്ദർശനത്തിൽ പരിഗണിക്കും. ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിനും അഭിവൃദ്ധിക്കും ഇന്ത്യയും ഓസ്ട്രേലിയയും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസണുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഇന്തോ പസഫിക് മേഖലയിൽ സംയുക്ത ഇടപെടൽ നടത്തുമെന്ന് ശ്രീ നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് ഫൈനലിൽ കടന്നു. റഷ്യയുടെ അസ്ലാൻ കരൽസേവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ജോക്കോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ 9ാം തവണയും പ്രവേശിച്ചത്. വനിതാ സിംഗിൾസിൽ ജപ്പാന്റെ നവോമി ഒസാക്കയും ഫൈനലിൽ കടന്നിരുന്നു. അമേരിക്കയുടെ ജെന്നിഫർ ബ്രാഡിയെയാണ് ഒസാക്ക ഫൈനലിൽ നേരിടുക. 10 ദിവസം നീളുന്ന ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് കാപ്പുകെട്ടോടെ ഇന്ന് തുടക്കമാകും. രാവിലെ 9:45 കാപ്പുകെട്ട്. ക്ഷേത്രത്തിനുള്ളിൽ നടക്കുന്ന കാപ്പുകെട്ടിനും കാപ്പ് അഴിക്കുന്ന ചടങ്ങിനും പൂജാരിമാരും പാട്ട് നടത്തുന്ന കുടുംബത്തിന്റെ പ്രതിനിധിയും മാത്രം പങ്കെടുക്കും. ചടങ്ങുകളെല്ലാം ആൾക്കൂട്ടം ഒഴിവാക്കി കോവിഡ് നിയന്ത്രണം പാലിച്ചാകും നടക്കുക. ഉത്സവ നാളുകളിലെ ദർശനം, വിളക്കുകെട്ട് എഴുന്നള്ളത്ത്, പുറത്തെഴുന്നള്ളത്ത് എന്നിവയ്ക്കെല്ലാം നിയന്ത്രണമുണ്ട്. ദിവസം 4000 പേർ ദർശനത്തിനെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ഊർജ്ജ നഗരമേഖലകളിലെ സുപ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. നിതി ആയോഗിന്റെ 6ാമത്തെ ഭരണസമിതി യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ. നാസയുടെ ചൊവ്വ ദൌത്യപേടകം പെർസെവറൻസ് റോവർ ചൊവ്വയുടെ ഉപരിതലത്തിലിറങ്ങി. ലക്ഷദ്വീപിൽ അടൽ പര്യാവരൺ ഭവന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ നിർവഹിക്കും. രാജ്യത്തെ കോവിഡ് രോഗമുക്തി നിരക്ക് 97.33%. കേരളത്തിൽ ഇന്നലെ 5193 പേർക്ക് രോഗമുക്തി. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.